എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്നല്ലേ, എൻ്റെ ഫേവറേറ്റ് ആയ ഐസ്ക്രീം റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതും ഓൺലി വിത്ത് 2 ഇൻഗ്രീഡിയൻസ്. അപ്പം ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഇത് ഓൾറെഡി ഫ്രീസ്ഡ് ആണ്. നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഫ്രീസ് ചെയ്ത അമൂൽ ഫ്രഷ് ക്രീമിൻ്റെ 600 ml, അതായത് പകുതിയിൽ കൂടുതലോളം നല്ല കട്ടിയുള്ള പോർഷൻ ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്കൊന്ന് സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് സ്പീഡ് കൂട്ടി വന്നാൽ മതി. കണ്ടിന്യൂസ്ലി നമ്മളൊരു 10 മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്തെടുത്താലാണ് നമുക്കതിൻ്റെ കറക്റ്റ് ഫോമിൽ കിട്ടുക. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ബീറ്റ് ചെയ്തെടുത്ത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണിത്. ഇതിൻ്റെ ടെക്സ്ചർ കുറച്ച് മാറി ഇത് അല്പം ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 250 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. അതായത് 600 ml അമൂൽ ഫ്രഷ് ക്രീമിന് 250 ml കണ്ടൻസ്ഡ് മിൽക്ക് എന്നുള്ള റേഷ്യോ. കണ്ടൻസ്ഡ് മിൽക്ക് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ ഇത് ഫ്രഷ് ക്രീമിൻ്റെ അടിയിൽ പോയി നിൽക്കും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിത് നല്ലതായിട്ട് കിട്ടുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്കും അമൂൽ ഫ്രഷ് ക്രീമും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം മിക്സ് കറക്റ്റ് ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വനില എസൻസ് ആണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ പ്ലെയിൻ വനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. വനില എസൻസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സൂപ്പർ ഐസ്ക്രീമിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. സോ അവർ മിക്സ് ഈസ് റെഡി ടു ഫ്രീസ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മിക്സ് ഫ്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. ഇത് ഞാനിവിടെ ഒരു ചോക്ലേറ്റ് ബോക്സ് എടുത്തിരിക്കുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഐസ്ക്രീം മിക്സ് ഈ കണ്ടെയ്നറിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു 10 hours നമ്മളിത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം. ടോട്ടൽ 10 hours ആണ് ഫ്രീസ് ചെയ്യേണ്ടതെങ്കിലും ഒരു 4 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പുറത്തോട്ടെടുക്കണം. എന്തിനാണെന്നല്ല ഇപ്പം പറഞ്ഞുതരാം. 4 hours ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ഐസ്ക്രീം മിക്സിൻ്റെ ടെക്സ്ചറാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഹാഫ് പോർഷൻ മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്. നമ്മുടെ ഐസ്ക്രീമിന് കുറച്ച് കടയിലുള്ള ലുക്കും ടേസ്റ്റും ഒക്കെ വരാൻ വേണ്ടിയാണ് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്തത്. മാറ്റി വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൽ നിന്നും അതിൻ്റെ പകുതി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പം റിമൈനിങ് ടൈമും കൂടെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് വീണ്ടും ഫ്രീസറിൽ വയ്ക്കാം. അങ്ങനെ കംപ്ലീറ്റ് 10 hours ഫ്രീസിങ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് ടേസ്റ്റി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കാണുമ്പോൾ ഒക്കെ നല്ല അടിപൊളി ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിലൊക്കെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം സെർവ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഐസ്ക്രീം. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് ഇതുപോലെ നമ്മൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ. കാരണം ഐസ്ക്രീം ഒന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികളെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബൈറ്റ്സിൻ്റെ ഈ ഹോം മെയ്ഡ് ഐസ്ക്രീം റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈറ്റ്സിൻ്റെ ഈ ഐസ്ക്രീം റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. കീപ് സപ്പോർട്ടിങ് അസ്. ദിസ് ഈസ് സുബി സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ്. ബൈ ബൈ.